നമസ്കാരം. കുടവയർ നമുക്കറിയാം, മലയാളികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ, മലയാളികളുടെ പുരുഷന്മാരാണ് പ്രത്യേകിച്ച് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടവയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മഹാബലി എടുത്താൽ പോലും നമ്മൾ കുടവയർ കാണാറുണ്ട്, മഹാബലിക്ക് പോലും കുടവയറുണ്ട്. പക്ഷേ കുടവയർ കൊണ്ട് ഉള്ള പ്രശ്നം, അതായത് നമ്മൾ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവർ കുടവയർ ചാടുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ കുടവയർ കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എക്സസൈസുകൾ, ധാരാളം എക്സസൈസ്, യോഗ, അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കും. എന്നാലും കുടവയർ കുറയത്തില്ല. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലും ഈ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ബേക്കറി ഫുഡ്സ് പോലത്തുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ ഇത് കുറച്ചിട്ട് അതിൻ്റെ ഒപ്പം എക്സസൈസ് ചെയ്യണം. വെറുതെ എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല. ശരീരത്തിൽ രണ്ട് രീതിയിലുള്ള കൊഴുപ്പുണ്ട്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഉണ്ട്, വിസറൽ ഫാറ്റും ഉണ്ട്. വിസറൽ ഫാറ്റ് കുറഞ്ഞാൽ മാത്രമേ കുടവയർ, അതായത് അകത്ത കൊഴുപ്പ് കുറയണം. അല്ല പുറമേ നമ്മൾ ഈ പിടിച്ച് നോക്കുമ്പോൾ കാണുന്ന കൊഴുപ്പല്ല, അകത്ത കൊഴുപ്പുകളുണ്ട്. ആ കൊഴുപ്പ് കുറയുന്ന രീതിയിൽ ഭക്ഷണ ക്രമീകരണം ഉണ്ടാവണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം, എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെട്ടെന്ന് കുറയത്തില്ല, ഒരു 2, 3, 6 മാസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയും.